നമസ്കാരം. എറണാകുളം ജംഗ്ഷനിലാണുള്ളത്. അതായത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇങ്ങനെ നിൽക്കുവാണ്. മഴയൊക്കെ ചെറുതായിട്ട് പെയ്തൊക്കെ ഇങ്ങനെ തോന്നി നിൽക്കുവാണ്. ഒരു 1:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. സമയം ഉച്ചയ്ക്ക്. നിങ്ങൾ ഈ കിടക്കുന്ന ട്രെയിൻ കണ്ടായി, നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നത്. ഇത് പൂനെയിലോട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ട്രെയിനാണ്. റേറ്റ് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. കണ്ടില്ലേ? അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എറണാകുളത്ത് നിന്ന് പാലക്കാടോട്ടാണ്. അതൊരു മെമുവിലാണ്. വളരെ തിരക്കേറിയ ഒരു മെമു ആണ്. നമ്മുടെ മെമു കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 നമുക്കെന്തായാലും ഓവർ ബ്രിഡ്ജ് കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 2 പോവാം. പിന്നെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം, നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നല്ല വിശപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 അവിടെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം. ഒരു ബിരിയാണി ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ താഴെ പോകുമ്പോൾ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ പോകുന്ന നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്. നമുക്ക് പോകേണ്ടുള്ള ട്രെയിനാണ് കേട്ടോ ഇത്. അതിനെപ്പറ്റി പറയാം. 2 കിടക്കുന്ന 3 ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് ഈ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും പരിചയസമ്പന്നമായ യാത്രയാണ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത്. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ട്. മേടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി കഴിക്കണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ട്രെയിൻ കിടക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, കണ്ടില്ലേ ഗൈസ്, ഇവിടുന്ന് മേടിച്ചത് കേട്ടോ. 190 രൂപയാണ് ബിരിയാണി. ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 തള്ള ഹോട്ടലാണ്. ഞാൻ വരുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് കഴിക്കാറുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ, നൈസായിരുന്നു. ഇത് കണ്ടില്ലേ, ഇവനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നമ്പർ 06798 എറണാകുളം ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷൻ മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ് നമ്മുടെ യാത്ര. ഇത് 35 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് എറണാകുളത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷൻ വരെ. ഇത് ചൊവ്വാഴ്ചകളിലില്ല, ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും. ഇതിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:45 ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ ട്രെയിൻ എടുക്കുന്നത്. ഇത് 149 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വൈകുന്നേരം ഒരു 6:30 കഴിയുമ്പോൾ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അത് സൈഡ് സീറ്റിലായിട്ടാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ കണ്ടില്ലേ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള കോച്ചാണ്. मिनट रवाना होगी. Your attention please. Train number 06798 Ernakulam Palakkad Unreserved Express special will leave from Ernakulam Junction, platform number 2 at 14 hours 35 minutes. അങ്ങനെ കറക്റ്റ് 2:45 തന്നെ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. മാത്രമല്ല വളരെ തിരക്കേറിയ ഒരു മെമു ആണ്. അത്യാവശ്യം ആൾക്കാരും ഈ മെമു ട്രെയിനകത്തുണ്ട്. ഞാൻ പോകെ ആൾക്കാരെ ബുദ്ധിമുട്ട് ഇല്ലാതെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് വരെ. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതൊന്നുമില്ല, പക്ഷേ നിർത്തുന്ന സമയവും സ്റ്റേഷൻസും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ തിരിച്ചുള്ള ട്രെയിനിൻ്റെ കാര്യം, ഇതേ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രാവിലെ 7:20 എടുക്കും. അതൊരു 11:15 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഒരാൾക്ക് വരുന്നത് 35 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ ഈ മെമു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയമൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുമുമ്പേ അകത്തെ കാഴ്ചകളുണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇത് നല്ല തിരക്കേറിയൊരു മെമു ആണ് കേട്ടോ. അപ്പം ആദ്യത്തെ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ടൗണിലാണ്. അതൊരു 2:53 നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും, നമ്മുടെ മെമു ട്രെയിന്. പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഒരു 3:05 ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3:15 കളമശ്ശേരിയിലേക്ക് എത്തിച്ചേരും. പിന്നെ ഒരു 3:30 ആലുവയിൽ എത്തിച്ചേരും. സ്റ്റോപ്പുണ്ട് 3:28 ചൊവ്വാറ. പിന്നെ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങൾക്ക് പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ചിലപ്പോൾ തെറ്റാതിരിക്കാനും ചാൻസ് ഉണ്ട്, തെറ്റാനാണ് ചാൻസ് കൂടുതൽ, എന്നാലും ഞാൻ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3:30 കഴിയുമ്പോഴത്തേക്കും അങ്കമാലിയിലേക്ക് നമ്മുടെ മെമു ട്രെയിൻ എത്തും. അവിടെയും സ്റ്റോപ്പുണ്ട്. പിന്നീട് ഒരു 3:41 ആകുമ്പോഴത്തേക്ക് കാരുക്കുറ്റി എന്ന് പറയുന്ന സ്റ്റേഷൻ. പിന്നെ 3:45 കൊരട്ടി അങ്ങാടി എന്ന് പറയുന്ന സ്റ്റേഷൻ. പിന്നെ 3:50 ഡിവൈൻ നഗറിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 3:54 ചാലക്കുടി. ഈ പോകുന്നത് ആരാന്നറിയാമോ? ഇത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ പോകുന്നത്. ക്രോസ് ചെയ്ത് പോവുക. നേത്രാവതി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 16345 നേത്രാവതി എക്സ്പ്രസും ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസും എല്ലാവർക്കും അറിയാമല്ലോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ലോക്മാന്യ തിലക് പോകുന്നതും തിരിച്ചു വരുന്നതും. അപ്പോൾ അവനാണ് ഈ ക്രോസ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ ചാലക്കുടി വഴിയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. 3:54 നമ്മുടെ മെമു ചാലക്കുടിയിലെത്തും. പിന്നെ ഒരു 4:05 ഇരിഞ്ഞാലക്കുടയിലും, ഒരു 4:15 നെല്ലായിലേക്കും, 4:20 പുതുകാട്, 4:30 ഒള്ളൂർ, 4:40 തൃശ്ശൂർ, 4:45 തൃശ്ശൂർ പൂങ്കുന്നം, 4:50 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുലങ്കുന്നത്ത് കാവ്, പിന്നെ ഒരു 5 മണിയോടുകൂടി വടക്കാഞ്ചേരി, 5:10 മുള്ളൂർക്കര, 5:20 5:20 ആകുമ്പോഴത്തേക്ക് നമ്മുടെ വള്ളത്തോൾ നഗർ, 5:30 കഴിയുന്തോറും മന്നാന്നൂരോ അങ്ങനെ ഒരു സ്റ്റേഷൻ, പിന്നെ 5:40 ആകുമ്പോഴത്തേക്ക് ഒറ്റപ്പാലം, പിന്നെ ഒരു 5:45 ആകുമ്പോൾ പാലപ്പുറം, പിന്നെ ഒരു 5:50 ലക്കിട്ടി അങ്ങനെ ഒരു സ്റ്റേഷൻ, പിന്നെ ഒരു 5:55 ആകുമ്പോഴത്തേക്ക് മങ്കാര, 6:05 ആകുമ്പോഴത്തേക്ക് പാർലി, പിന്നെ ഒരു 6:35 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ പാലക്കാട് ജംഗ്ഷൻ അവിടെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണേ. പിന്നെ സമയവും സ്റ്റേഷനും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ സമയത്തിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും 1, 2, 3 മിനിറ്റൊക്കെ വ്യത്യാസമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഏതെങ്കിലും വലിയ വണ്ടികൾ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പിടിച്ചു നിർത്തിയിട്ടേക്കും എവിടെയെങ്കിലും. മെമു ആണല്ലോ, നമ്മൾ ലോ പ്രയോറിറ്റി ട്രെയിനാണ്, അപ്പോൾ പിടിച്ചിടൽ അങ്ങനെ ഉണ്ടാവും. എന്നിരുന്നാലും വലുതായിട്ട് ബുദ്ധിമുട്ടിക്കത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ സർവീസ് നടത്തുന്ന മെമു ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയ മെമു ട്രെയിൻ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ചില ട്രെയിനുകളിലൊക്കെ ഇപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചകളിലൊക്കെ തിരക്കുള്ളതെന്നൊക്കെ ആയിരിക്കാം മിക്ക ട്രെയിനിലും. പക്ഷേ നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, എറണാകുളത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷനിലോട്ട് പോകുന്ന ഈ മെമു ട്രെയിൻ എല്ലാ ദിവസവും തിരക്കാമെന്നാണ് ഞാനിതിലെ യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് യാത്ര ചെയ്തവരൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. പിന്നെ 35 രൂപയ്ക്ക് പാലക്കാടൊക്കെ പോകാൻ പറ്റിയുള്ളൊരു മെമു ട്രെയിനാണ്. ഇതേ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നു, പറന്നു. അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്കമാലി ഫോർ കാലടി. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടിരിക്കുകയാണ്. ആരായി പോകുന്നതെന്നുണ്ടാ, ഇത് നമ്മുടെ ജാംനഗർ എക്സ്പ്രസ് ആയി. ഈ ട്രെയിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് നേരം. അങ്കമാലിയിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ എന്തായാലും കിടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വണ്ടികൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ ലോ പ്രയോറിറ്റി ആയ മെമു ട്രെയിൻ പിടിച്ചു നിർത്താം. പിന്നെ പറപ്പ സ്പീഡാണ് കേട്ടോ നമ്മുടെ മെമു. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്നത്. അത്യാവശ്യമല്ല, നല്ല സ്പീഡിൽ തന്നെ. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ മറ്റേ സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ. നല്ല തിരക്കുണ്ട്. ഞാനും ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുവായി. ഇടയ്ക്ക് ഇരിക്കും, ഇടയ്ക്ക് നിൽക്കും. കണ്ടല്ലേ അങ്കമാലി കാലടി നെയിം ബോർഡ്. അങ്കമാലിക്കാരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേരാം. എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലക്കാരെ അവോയ്ഡ് ചെയ്തല്ല കേട്ടോ, കിട്ടുന്ന നെയിം ബോർഡൊക്കെ വായിക്കുന്നതേ ഉള്ളൂ. മാഞ്ഞാലിത്തോട് ക്രോസ് ചെയ്ത് പോവുക. ഒരു ട്രെയിൻ അങ്ങന്നേ വരുന്നുണ്ട്, കണ്ടോ? കേരളയാന്ന് തോന്നല്ലോ. കേരള എക്സ്പ്രസ്സാ.
കേരളയല്ല, വേണാട്. വേണാട് കേരള കണ്ട കണ്ണേ. വേണാട് എക്സ്പ്രസ് ക്രോസ് ചെയ്ത് പോകുന്നു. നമ്മുടെ വേണാടാട്ടാ പോകുന്നത്. നല്ലൊരു റൂട്ടാട്ടാ. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിയതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. വെയിലൊന്നും ഇല്ലായിരുന്നു, മഴയുടെ ഒരു അന്തരീക്ഷവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തും തോന്നുമൊക്കെയാണ് പോയത്. നല്ലൊരു ഫീലുണ്ട് ഇങ്ങോട്ടുള്ള യാത്ര. എറണാകുളത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷനിലോട്ടെ ഈ മെമുവിനകത്ത്. കരുക്കുറ്റി, ഞാൻ കാരുക്കുറ്റി എന്നങ്ങാണ്ടല്ലേ പറഞ്ഞത്, കരുക്കുറ്റി എത്തിയിട്ടുണ്ട്. കരുക്കുറ്റി സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ദേ അടുത്ത ട്രെയിൻ പറന്നു പോവുക. കുറേ ക്രോസിങ് പറപ്പൻ. നമ്മളിതേ അടുത്തൊരു ട്രെയിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ക്രോസ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ ജനശതാബ്ദിയാണ് വരുന്നത്, കോഴിക്കോട് ജനശതാബ്ദി പറന്നു പോകുന്നു. തിരുവനന്തപുരം കോഴിക്കോട്, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി. ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണല്ലോ. പോവുക. ഏതോ ഒരു ട്രെയിൻ വരുന്നു, എന്നിട്ടും ആൾക്കാരിത് പറപ്പൻ രീതിയിൽ ക്രോസ് ചെയ്ത് പോവുക വീണ്ടും. ഓടിപ്പോടേ, അല്ലെങ്കിൽ ഇറങ്ങാതിരിടേ. കേരളയാന്ന് തോന്നുന്നല്ലോ തന്നെ, കേരള എക്സ്പ്രസ്. നമ്മുടെ കേരള എക്സ്പ്രസ് ക്രോസ് ചെയ്ത് പോവുകയാണേ. ഒരുപാട് ക്രോസിംഗ് ഉണ്ടല്ലേ ഈ റൂട്ടിൽ. നമ്മളിപ്പോൾ വേണാട് ഉണ്ട്, ജനശതാബ്ദി ഉണ്ട്, കേരള ഉണ്ട്, ജാംനഗർ ഉണ്ട്, നേത്രാവതി ഉണ്ട്, ദേ നെല്ലായി. അങ്ങനെ നെല്ലായി സ്റ്റേഷനും കഴിഞ്ഞു. നെയിം ബോർഡ്. നെല്ലായിക്കാരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടില്ലേ അകത്ത് തിരക്കുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാണ് ഗൈസ്. അങ്ങനെ 5:05 നമ്മൾ എവിടെയാണെന്നറിയാവോ? തൃശ്ശൂർ. നമ്മളിപ്പോൾ തൃശ്ശൂരായിട്ടുണ്ട്. തൃശ്ശൂർ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുക. തൃശ്ശൂർ കണ്ടില്ലേ? തൃശ്ശൂരിൻ്റെ നെയിം ബോർഡ്. അപ്പോൾ തൃശ്ശൂരുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. തൃശ്ശൂർ കഴിഞ്ഞപ്പം തിരക്കില്ലെന്നല്ല, തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയൊക്കെ ആയിട്ടുണ്ട്. വടക്കാഞ്ചേരി അതാണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 വീണ്ടും വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം പാലക്കാട് യാത്ര വളരെ നല്ലൊരു യാത്രയാണ് കേട്ടോ. നല്ല റൂട്ട്, നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ് ഒക്കെ കൊള്ളാം. പിന്നെ മഴ വീണ്ടും തുടങ്ങി, കാലവർഷം തുടങ്ങിയല്ലോ. ഭയങ്കര മഴ പെയ്യുന്നതെന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴ? കൊല്ലത്ത് നല്ല മഴയുണ്ട് കേട്ടോ. വടക്കാഞ്ചേരി, അങ്ങനെ അതേ വടക്കാഞ്ചേരിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലോട്ട് കയറുന്നില്ല കേട്ടോ. ഷൊർണൂർ ജംഗ്ഷൻ കയറാതാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാരതപ്പുഴയൊക്കെ കാണും, അത് വേറെ കാര്യം. ഈ വടക്കാഞ്ചേരി എന്ന് കഴിഞ്ഞ് നേരെ മുള്ളൂർക്കര, അങ്ങനെ നല്ല ലോങ് യാത്രയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇത്രയും സ്റ്റോപ്പുകൾ, 10-20 മേളിൽ സ്റ്റോപ്പുകളുള്ള ട്രെയിൻ മെമു. എനിക്ക് തോന്നുന്നത് ഈ മെമു കുറച്ച് കുഞ്ഞ മെമു ആണ്. ഇതിനകത്ത് കുറച്ച് കോച്ചസൊക്കെ അഡീഷണൽ ആയിട്ട് സെറ്റാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ
പറയുന്ന മണ്ടത്തരമാണെന്ന് അറിയത്തില്ല. അങ്ങനെ ചിന്തിക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞേനെ. അതാണ്ട് ഭാരതപ്പുഴ, നമ്മുടെ ഭാരതപ്പുഴ. നമ്മൾ ലാസ്റ്റായിട്ട് ഭാരതപ്പുഴ കാണുന്നത് വേനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടു, ജനശതാബ്ദിയിൽ പോയപ്പോൾ കണ്ടു, അങ്ങനെ പിന്നെ വീണ്ടും ഇപ്പോൾ വീണ്ടും കണ്ടു. അയ്യോ, മെമുക്കുട്ടൻ സ്ലോയിൽ പോന്നു, നമ്മളിങ്ങനെ അതാ കണ്ടു പോന്നു. നല്ല രസമുണ്ട്. നല്ല ഉയരത്തിലാണ്. എവിടെ എന്തോ ചരിഞ്ഞ് കിടക്കുന്നത്, കിടക്കുന്നു ചരിഞ്ഞ്. ഷൊർണൂർ ജംഗ്ഷൻ. നമ്മളിതേ ട്രാക്ക് മാറി കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടെല്ലാം നല്ല കാഴ്ചകളാണ്. നമ്മൾ ചില വണ്ടികൾ ഇങ്ങനെ കറക്റ്റ് സമയത്തിന് വന്നായിരുന്നെങ്കിൽ ഇച്ചിരി നേരത്തെ എത്തിയാണ്. ഇതിപ്പോൾ കുറച്ച് വലിയ പോസ്റ്റൊന്നുമില്ല കേട്ടോ. 6:30 എത്തേണ്ടത് എനിക്ക് തോന്നുന്നു 6:45 പാലക്കാട്, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടൊക്കെയുള്ള നല്ല കാഴ്ചകളാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും. അകത്തെ തിരക്ക് ഇപ്പോഴും ഉണ്ട്, നോക്ക്, നിങ്ങൾ കണ്ടില്ലേ. തിരക്കെന്ന് പറയാനായിട്ടല്ല, തിരക്കൊന്ന് ഒഴിഞ്ഞു. ട്രെയിനല്ല കേട്ടോ കിടക്കുന്ന, ഗുഡ്സാ, ഏതോ ഗുഡ്സ് വണ്ടി, ഗുഡ്സ് ട്രെയിനാണ് കിടക്കുന്നത്, ഗുഡ്സ് ട്രെയിൻ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ആ വീടൊക്കെ കൊള്ളായില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് എവിടെ, ഇത് നമ്മുടെ പാലപ്പുറം, ഞാൻ പറഞ്ഞില്ലായിരുന്നു, പാലപ്പുറം സ്റ്റേഷൻ, അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം 1, 2, 3 സ്റ്റേഷനേ ഉള്ളൂ നമ്മളിപ്പോൾ. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ, നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു എറണാകുളത്ത് നിന്ന് പാലക്കാടേക്കുള്ളത്. നല്ലൊരു റൂട്ടാണ്. യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, യാത്ര ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അതായത് ലക്കിടി സ്റ്റേഷൻ, ലക്കിടി നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ്ട മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്, ലക്കിടി കൊള്ളാം. നേരപ്പന്മാർ ചേച്ചിമാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക, ട്രെയിനൊക്കെ കാത്തേതും. ഇനിയിപ്പോൾ നമുക്കുള്ളത് 1, 2 സ്റ്റേഷൻ, അത് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ്. സമയം 6:33 കണ്ടോ. അപ്പം നമ്മൾ അങ്ങനെ അതേ ഒരു 6:40 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതേ പാലക്കാട് ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. കണ്ടില്ലേ പാലക്കാട് ജംഗ്ഷൻ്റെ നെയിം ബോർഡ്. എല്ലാവരും ഡെസ്റ്റിനേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കിയിരിക്കുക. തിരക്കുള്ളൊരു മെമു തന്നെയാണ് കേട്ടോ, എടുത്ത് പറയേണ്ട കാര്യമാണത്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. ഇനി ഓവർ ബ്രിഡ്ജൊക്കെ കയറി പുറത്തോട്ടൊക്കെ പോയി ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലത്തുള്ള ട്രെയിൻ ജേർണീസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ പാലക്കാട് ജംഗ്ഷൻ 6:47 നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ.